ഹല്ലേലൂയ. Hallelujah. കർത്താവിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സ്വർഗം തന്ന അവസരത്തിനായി നന്ദി പറയാം. We thank the Lord for the opportunity heaven has given us to come together again. All those who can open up the videos, let there be some life on the screen. ഹല്ലേലൂയ. Hallelujah. സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ഈ 21 വർഷത്തെ സെക്ഷനായി ദൈവം നമ്മളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. We thank God that in the school of the Holy Spirit, the Lord has brought all of us together here again. So we really thank God for that. പരിശുദ്ധാത്മാവിന്റെ കോളേജിൽ നമ്മൾ പഠിക്കുകയാണ്. We are studying in the college of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കോളേജിൽ പഠിപ്പിക്കുന്ന മാസ്റ്റർ പരിശുദ്ധാത്മാവ് തന്നെയാണ്. So the one who is the master of the college is Holy Spirit himself. വിഷയം പരിശുദ്ധാത്മാവ് തന്നെയാണ്. The topic is itself is the Holy Spirit. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നതും പരിശുദ്ധാത്മാവാണ്. And it is the Holy Spirit who gives us the grace to understand what is being taught. പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെതാക്കി തീർക്കുന്നതും പരിശുദ്ധാത്മാവാണ്. The Holy Spirit adds these things into our life, and it is He Himself who makes us His own. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അന്തരീക്ഷം നമ്മളിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. Yeah, the Lord wants to change the atmosphere of our lives, and that is why the Holy Spirit is building us up in that direction. പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടം നമ്മൾ വഴി ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടം. The Holy Spirit likes when we teach about Him to others, and that is one of the things that He likes very much. ദൈവം തെരഞ്ഞെടുത്ത ദൈവ മനുഷ്യരിലൂടെ ദൈവം തന്റെ ശക്തി പ്രദർശിപ്പിക്കുവാൻ എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് അതിയായി ആഗ്രഹിക്കുകയാണ്. The Lord desires to demonstrate the power of God, power of the Holy Spirit in these last days. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിലൂടെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. So that is why the Holy Spirit is taking us through this training program. ഈ പരിശുദ്ധാത്മാ ശുശ്രൂഷയുടെ ഓരോ നാളുകളിലും പരിശുദ്ധാത്മാവ് നമ്മൾ അറിയാതെ നമ്മളെ ശക്തീകരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And as we are attending these classes and all, the Holy Spirit continues to reform us, change us, and build us up. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ല. It is not necessary that we should know all that the Holy Spirit is doing in us. എന്നാൽ നമ്മളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കാൻ തുടങ്ങിയാൽ, and the Holy Spirit sometimes he reveals to us what he is doing in us. നമ്മുടെ ലെവലേ മാറും. Our level will change. നമ്മൾ പിന്നെ അനുഭവിക്കുന്നവരാകുക മാത്രമല്ല, കൊടുക്കുന്നവരാകാൻ തുടങ്ങും. We will not be people who are only experiencing these things, but we shall become people who are giving these things to others. അങ്ങനെ സംഭവിക്കുന്ന നാളിൽ നമ്മളിൽ പലരും മാസ്റ്ററും ടീച്ചറുമായി മാറും. So then in those days when it comes to a point where we are able to give to others, we shall also become teachers. പഠിക്കുന്ന ലെവലിൽ നിന്ന് പഠിപ്പിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ചേഞ്ച് ആകും. So we will come from the level of learning and to the level of teaching. നമ്മളെല്ലാം ലീഡേഴ്സ് ആകാനാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. The Holy Spirit desires that all of us should become leaders. ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന എല്ലാം ലീഡേഴ്സ് ട്രെയിനിങ് സെക്ഷൻ ആണ്. All that is being revealed here is actually a part of the leaders training program. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക നിലയിൽ പരിശുദ്ധാത്മാവ് നടപ്പിലാക്കുന്നതാണ്. It is the Holy Spirit in a special way who is continuing to do this program. നമ്മളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒരു അസാധാരണ നിലയിലേക്ക് ഉയർത്തപ്പെടാൻ ദൈവം വിളിച്ചവരുമാണ്. We are people who have been called to serve the kingdom of God and to work for the kingdom of God in a different level. ആമേൻ. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ
നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ കൂടുതൽ സമയം ദൈവവചനത്തിലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലും സ്തുതിപ്പിലും പ്രാർത്ഥനയിലും ചെലവഴിക്കാൻ ശ്രമിക്കുക. And these days, don't try to interfere in things which is not necessary to interfere. And try to spend more time in prayer and trying to spend more time praising the Lord these days. നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഈ ദിവസങ്ങളിൽ. And these days, try to avoid interfering in things which is not necessary for you. വെറുതെ മൊബൈൽ കണ്ടോ TV കണ്ടോ സമയം ചെലവഴിക്കരുത്, സമയം Don't കളയരുത്. waste time watching the mobile or the TV. നമ്മൾ ഈ കേട്ട വചനം നിങ്ങൾക്ക് യൂട്യൂബിൽ കിടക്കുന്നുണ്ടാകും, അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കുക. So all these videos are available on the YouTube. So you should continue to listen to it again and again. നിങ്ങൾ എത്ര പേര് കേട്ടത് വീണ്ടും വീണ്ടും കേൾക്കുന്നു, അത് നിങ്ങളെ മറ്റൊരു നിലയിലേക്ക് ഉയർത്തും. So as you keep on listening again and again, you will move to a different level. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ സമയത്ത് ഒരു ബോധ്യം നിങ്ങൾക്ക് വെളിപ്പെടും. Yeah, while hearing it live, some kind of revelation can come inside us. ഇപ്പോൾ ഒരു ബോധ്യം വെളിപ്പെടും, എന്നാൽ വീണ്ടും ഇത് കേൾക്കുമ്പോൾ മറ്റൊരു ബോധ്യം നിങ്ങളിൽ പ്രകടമാവും. So again, when you watch on the YouTube, you will get different kinds of revelations also. അങ്ങനെ നിങ്ങൾ എത്ര പ്രാവശ്യം വീണ്ടും വീണ്ടും കേൾക്കുന്നുവോ അത്ര പ്രാവശ്യം നിങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. So the more again and again you will be hearing this, more and more points you will receive, more and more revelations will come into you. കാരണം ഈ ശുശ്രൂഷയുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Because the Holy Spirit is moving over this program. നിങ്ങൾ എത്ര പ്രാവശ്യം ഇത് കേൾക്കുന്നു അത്രയും പ്രാവശ്യം ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. So each time you are listening to this, the Spirit of the living God is moving over this program. നമ്മൾ ഈ പ്രോഗ്രാം നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നിൽക്കുകയല്ല, ഈ പ്രോഗ്രാം യൂട്യൂബിലേക്ക് കടന്ന് പോകുന്ന വഴികളെല്ലാം പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. When the Zoom meeting gets over and this video comes on the YouTube, the Holy Spirit continues to move. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യത്തിലായിരിക്കണം ഈ ശുശ്രൂഷ നമ്മൾ സ്വീകരിക്കുന്നത്. So this is how we should be while attending this program and receiving this all that the Lord is speaking to us. എന്നിൽ നിക്ഷേപിക്കുന്ന അഭിഷേകത്തിന്റെ പുറപ്പാടാണ്, എന്നിൽ നിക്ഷേപിക്കുന്ന അഭിഷേകത്തിന്റെ ഒഴുക്കാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യുന്ന അഭിഷേകം. The anointing that you are experiencing now is the anointing that is flowing out of my life, which has been deposited in me. അത് ഒരു ദൈവത്തിന്റെ ഡിപ്പോസിറ്റഡ് ആയിട്ടുള്ള ഒരു അഭിഷേകമാണ്. That is a deposit the Lord has put inside me. എന്നാൽ ഇതേ സമയത്തിൽ തന്നെ നിങ്ങളിലേക്ക് എന്നിൽ നിന്നല്ലാതെ തന്നെ ഒരു അഭിഷേകവും പരിശുദ്ധാത്മാവിന് പകരുവാൻ കഴിയും. But other than this anointing which is deposited in him, the Holy Spirit is able to give also different anointings directly to you also. നിങ്ങൾക്ക് രണ്ട് അഭിഷേകം ഒരേ സമയത്ത് വെളിപ്പെടാൻ കഴിയും. At the same time, two anointings can manifest in your life. രണ്ട് അഭിഷേകം ഒരുപോലെ നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയും. And at the same time, you will be able to receive both the anointings. One which is coming from the speaker and one that is coming from the Holy Spirit. Same time. Yeah. At the same time, we will be able to receive. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്നിൽ നിന്ന് കേൾക്കുന്ന ഈ സമയം നിങ്ങൾ പരിശുദ്ധാത്മാവുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം, സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഭാഷാപരത്തിലോ കൈകൊട്ടി പാടിയോ ഹല്ലേലൂയ പറഞ്ഞോ ഇത് കേട്ടുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ഇരിക്കണം. So as you listen to the talk, you should keep praising the Lord, or praying in tongues, or singing, or you need to keep doing those things so that you will be in touch with the Holy Spirit. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതുവരെ എനിക്കുണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവവും അഭിഷേകത്തിന്റെ നിറവും നിങ്ങളിൽ പ്രകടമാകും. So what will happen then? The more the anointing that brother has received, more than that, the power of God will manifest in our lives. നിങ്ങൾ ദൈവ ശുശ്രൂഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം. Don't depend on the man who is teaching the word, but depend on God. ദൈവം ഒരു ലെവൽ വരെയും നിങ്ങളെ വളർത്താൻ എന്നെ അഭിഷേകം ചെയ്തു, അതൊരു ശരിയാണ്.
for a certain level, Lord, it is true that Lord has anointed me. അത് ശരിയാണ്. It is true. എന്നാൽ ദൈവം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് വഴി ദൈവം ആഗ്രഹിക്കുന്നു. But God wants to direct you by the Holy Spirit. ആ ഒരു വളർച്ചയിലേക്ക് നമ്മൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. So that we all have to grow to that kind of level where God Himself, through the Holy Spirit, will direct us. രണ്ട് വിധ വളർച്ച നമ്മളിൽ ഉണ്ടാകണം. There is two type of growth should take place in us. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാലുള്ള വളർച്ച. One, the growth through the grace of the Holy Spirit. അത് എല്ലാവർക്കും കോമൺ ആയി കൊടുക്കുന്നതാണ് കൃപയുടെ വളർച്ചയും. So everybody is given in common the grace to grow in that particular level. ഏത് വിശ്വാസിക്കും കൃപയുടെ അഭിഷേകം പകരപ്പെടും. So anyone who believes in the Lord will receive that grace anointing on their lives. ഒരു ധ്യാനം കൂടുമ്പോൾ തന്നെ വെറും 5 ദിവസം കൊണ്ട് ഭാഷാവരം, പ്രവചനവരം, രോഗശാന്തിവരം ഇങ്ങനെ വരദാനങ്ങൾ പ്രകടമായി വരുന്നു. വെറും 5 ദിവസം കൊണ്ട് അത് കൃപയുടെ അഭിഷേകമാണ്. So this sometimes people go for a retreat, attend 5-day retreats and all, and they get different kinds of charisms in their lives, and that is called grace anointing. They receive abundance of charisms while they're attending the retreats. ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കൃപയുടെ അഭിഷേകം പ്രകടമായി വരും. So in very few days, the grace anointing starts functioning very powerfully. അത് വിശ്വാസികളുടെ ഇടയിലുള്ള കോമൺ ആയ ഒരു അഭിഷേകമാണ്. So that is a common anointing God gives to all those who have come to Him and all those who believe in Him. കൃപയുടെ അഭിഷേകം അതൊരു വളർച്ചയാണ്. So grace anointing is a level, it's a growth level anointing. വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് കൃപ ആവശ്യമായതുകൊണ്ട് കൃപയുടെ അഭിഷേകത്തെ കോമൺ ആയി ദൈവം പകരുകയാണ്. So because in the life of faith, grace is necessary and grace anointing is necessary. So that is why all those who belong to Jesus are given this grace anointing. കൃപ വിശ്വാസിയെ ബലപ്പെടുത്തും. The grace will always strengthen those who believe in the Lord. എല്ലാ മാമോദിസ സ്വീകരിച്ച വിശ്വാസിയുടെ ഇടയിലും കൃപയുടെ അഭിഷേകമുണ്ട്. All those who have received baptism, the grace functions very powerfully in each one of them who have received baptism. അത് കോമൺ ആയിട്ടുള്ള ഒരു അഭിഷേകമാണ്. There is a common anointing given to all of us. സഭയിലെ വിശ്വാസികൾക്ക് കൂദാശകളിലൂടെ കൃപയുടെ അഭിഷേകം തുറക്കപ്പെടുന്നു. So all the believers in the church are received lot abundance of grace through various kinds of sacraments. വിശുദ്ധ കുർബാനയിൽ കൃപയുടെ അഭിഷേകം തുറക്കപ്പെടുന്നു. Through the Holy Mass, a grace anointing is released into our lives. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൃപയുടെ അഭിഷേകം തുറക്കപ്പെടുന്നു. So when you are praying alone, when you have a personal prayer time, grace anointing is released into our lives. കൂട്ടായ്മകളിൽ കൃപയുടെ അഭിഷേകം തുറക്കപ്പെടുന്നു. So when you get into fellowship or prayer fellowship, the grace anointing is released into our lives. കൃപയുടെ അഭിഷേകം സാധാരണ വിശ്വാസികളുടെ ഇടയിൽ പ്രകടമാകുന്ന അഭിഷേകമത്രേ. So this grace anointing is an anointing that is released among very ordinary people of God, people who believe in the Lord Jesus Christ. നമ്മളിൽ കൃപയുടെ അഭിഷേകം പകരപ്പെടുമ്പോൾ പാപത്തിന്റെ സ്വാധീനങ്ങളോ ബന്ധനങ്ങളോ കാണാതെ വണ്ണം കൃപ അതിനെ മൂടിക്കളയും. So when the grace anointing functions in us, many of the sinfulness in our life are covered by this grace anointing. അതാണ് കുംഭസാരത്തിൽ നടക്കുന്ന ആ സ്വർഗീയ സംവിധാനം. So that is what happens in the sacrament of reconciliation. അതുകൊണ്ടാണ് റോമ ചാപ്റ്റർ 5 വേഴ്സ് 20 പാപം പെരുകിയെടുത്ത് കൃപ അതിലേറെ വർഷിച്ച് പാപത്തെ കാണാതെ വണ്ണം കൃപ കൊണ്ട് മൂടി എന്നുള്ള പ്രഖ്യാപനം. Yeah, Romans 5:20, where sin increased, grace increased. And what happened? Grace covers the sin. Yes. And grace is seen more than our weakness. Hallelujah. 1000 പാപം ചെയ്തെങ്കിൽ 5000 കൃപ കൊണ്ട് 1000 പാപത്തെ മൂടുന്ന
ഒരു സ്വർഗീയ സിസ്റ്റം. The heavenly system is this: when one person commits 1,000 sin, 5,000 grace is released into our lives to cover that sin. യോഗ്യതയില്ലാത്തവനെ യോഗ്യനാക്കുന്ന അഭിഷേകം, അതാണ് കൃപയുടെ അഭിഷേകം. So what is grace anointing? Grace anointing makes people who are not worthy to become worthy. അതാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിലെ അന്യവൃതരെ 2:6 എഫെസോസ് 2:6 എന്താണ്? 8 അല്ലേ? For by grace you have been വായിച്ചോ no problem. For by grace you have been saved through faith, and this is not your own doing, it is a gift of God. Once I just type that quote on the chat also. So somebody was telling me in the morning to put it on the screen. So to type it on the chat. Can anyone volunteer and put that in chat? Ephesians chapter 2 verses 8. ഹല്ലേലൂയ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. So by faith you have been saved by grace. അപ്പൊ എല്ലാ വിശ്വാസിക്കും കൃപ എന്ന ദാനം നൽകി, ദൈവത്തിന്റെ ദാനം നൽകി ദൈവം എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ട് So the Lord gives all those who believe in him, all those who are faithful in him, believe in him, he gives them the grace and brings them to salvation. ഹല്ലേലൂയ. Hallelujah. എന്നാൽ കോമൺ ആയിരിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ദൈവം ചിലരെ സെപ്പറേറ്റ് ചെയ്ത് അഭിഷേകം ചെയ്യും. But what the Lord does, there are a lot of common believers, those who believe in the Lord, common people are there, general people are there. But what the Lord does, he separates some of them from them and anoints them in a different level. അതാണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള പ്രയാണം. So that is why the Bible says that is from moving from glory to glory. ഹല്ലേലൂയ. അതാണ് 2 കൊരിന്തോസ് 3:18 അവിടെ ഇങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. Chapter 3 verse 18. And all of us with unveiled faces, seeing the glory of the Lord as though reflected in a mirror, are being transformed into the same image from one degree of glory to another. For this comes from the Lord, the Spirit. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഒരു അഭിഷേകം. From what happens is we are transformed from glory to glory. Amen. Like for example, for example, glory to glory means, how do you explain that? For example, the 1,000-watt bulb is there. This 1,000-watt bulbs become 10,000 watt. Amen. Hallelujah. ഈ ഗ്ലോറിയുടെ ഏരിയയെ കൈകാര്യം ചെയ്യുന്നതെല്ലാം ദൈവപിതാവാണ്. The glory is controlled and manifested by the Father in heaven. ദൈവപിതാവിന് മാത്രമേ ഗ്ലോറിയുടെ ഏരിയ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. Only God the Father can control the area of glory. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അതിന്റെ 15 യെശയ്യാ 57 chapter 57 verse 15, 14 and 15. Yes. Oh, Shakha It Bala shall be said, build up, okay. Prepare the way, remove every obstruction from my people's way. For thus says the high and lofty one, who inhabits eternity, whose name is holy. I dwell in the high and holy place, and also with those who are contrite and humble in spirit, to revive the spirit of the humble and to revive the heart of the contrite. ഞാൻ അവരുടെ ദൈവം പറയാണ്, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ
ഞാൻ അവരോട് കൂടെ വസിക്കും. അപ്പൊ ദൈവപിതാവ് നേരിട്ടാണ് മഹത്വത്തിന്റെ ഏരിയ കൈകാര്യം ചെയ്യുന്നത്. So God the Father deals with the glory directly from അതാണ് him. ഇങ്ങനെ വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ദൈവപിതാവ് ഡയറക്ഷൻ കൊടുത്തിട്ട് തന്റെ പൂർണ്ണ ശക്തിയായ ആ മഹത്വം, ആ ഗ്ലോറി, ആ തേജസ് ഈ വിശുദ്ധന്റെ മേലേക്ക് പകരുകയാണ്. പിന്നെ അവൻ ദൈവപിതാവിന്റെ മുൻപിൽ ഏറ്റവും വിലയുള്ളവനും ദൈവപിതാവിന് ഇണങ്ങിയവനുമായിരിക്കും. So the Lord revives the spirit of the humble and he releases the glory into that person. And that person becomes very valuable in the presence of God. അതുകൊണ്ടാണ് ദൈവപിതാവ് യേശുവിന്റെ സ്നാനത്തിന്റെ സമയത്ത് പിതാവാൻ ദൈവം പറഞ്ഞില്ലേ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ഗ്ലോറി പകരപ്പെട്ട ഒരു സമയമാണ്. So at that time we see that the Holy Spirit came upon Jesus, the glory of God manifested on Jesus, and we see that God telling, I am pleased with my son. He is beloved. ഈ ഗ്ലോറി നമ്മുടെ മേൽ പകരപ്പെടാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗ്ലോറി പകരപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവ് നമ്മളെ നിർബന്ധിച്ച് ആ തടസ്സങ്ങളെ നീക്കിക്കളയും. So if there are some kind of obstacles in our life to experience that glory, the Holy Spirit will help us to remove that obstacles so that we can experience the glory of God. അതാണ് 2 കൊരിന്ത്യർ 3-ാം അതിന്റെ 15 അത് ഇന്ന് മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴല്ല അവരുടെ മനസ്സിൽ ഒരു മൂടപടം കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും മൂടപടമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ശുശ്രൂഷകനാണ്, വിശുദ്ധ ജീവിതം നയിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ഏതെങ്കിലും മൂടപടമുണ്ടെങ്കിൽ ഗ്ലോറി വെളിപ്പെടുകയില്ല. So we are all called to the ministry of God, and if there are any veil in us, we say we have a life of holiness, life of faith, but if there is any veil in us, then the glory will not manifest in our life. അതാണ് 3:15 പറയുന്നത്, 2 കൊരിന്ത്യർ 3:15 പറയുന്നത്, അവരുടെ മനസ്സിൽ ഒരു മൂടപടം കിടക്കുന്നുണ്ട്. മനസ്സിൽ മൂടപടം. Yeah, so we see that we are told here that in their mind there is a veil. ആ മനസ്സിലെ മൂടപടം പോലും ഗ്ലോറി ഇറങ്ങി വരാൻ തടസ്സമാണ്. എന്നാൽ മനസ്സിലെ മൂടപടം കൃപയ്ക്ക് വരാൻ തടസ്സമില്ല. പക്ഷെ ഗ്ലോറിയുടെ ലെവലിൽ വരുമ്പോൾ ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂടപടം പോലും പാടുള്ളതല്ല. When the veil is there in our mind, grace can come into our life. But when the veil is there in our mind, the glory of God will not come into our life. ഒരു ഗ്ലോറിയുടെ ലെവലിൽ For those who want to walk in the glory, they need to remove that veil, the obstacles in their life. ഗ്ലോറിയുടെ ലെവൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പകരക്കാരനായി ഈ ഭൂമിയിൽ അവരോധിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാ ഗ്ലോറിയിലുള്ള ജീവിതം. So what is the life in the glory? It is standing for God, representing God, manifesting God. That is the life of glory. അതാണ് യോഹന്നാൻ 10:35 ഈശോ പറഞ്ഞത്, അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടും. And that is why the Bible says that they shall be known as gods. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 4:23 പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, നിങ്ങളും ആത്മാവിനെ പോലെ ആത്മാവിലാകണമെന്നുള്ള ദൈവപിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ച് യേശു പറയുന്നത്. And that is why Jesus said God is spirit and you need to become like the spirit. ഗ്ലോറിയുടെ ലെവലിൽ വളരെ മൈന്യൂട്ടായിട്ട് പോലും കുറവുകൾ ഉണ്ടാകരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. Yeah, in the life of glory, there should not be any shortcomings in us. We should not be having any obstacles in us. ഞാന് ഈ സെക്ഷൻ പഠിപ്പിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിന്റെ മുമ്പിൽ
എനിക്ക് പെട്ടെന്നൊരു വിലാപം ഉണ്ടായി, ഒരു അനുതാപം ഉണ്ടായി. വേഗത്തിൽ ഞാൻ ഒരു ഒറ്റക്കാലെ മുട്ടുകുത്തി, ഇപ്പോൾ ഈ സെക്കൻഡുകൾക്ക് മുമ്പ് ഒറ്റക്കാലെ മുട്ടുകുത്തി ഒന്ന് അനുദപിച്ചപ്പോൾ എൻ്റെ ഒരു ഏരിയ എനിക്ക് വെളിപ്പെടുത്തി, ഇന്ന വിഷയം ഗ്ലോറിയെ പഠിപ്പിക്കാൻ തടസ്സമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അനുദപിച്ചു, ആ വിഷയത്തെ ക്യാൻസൽ ചെയ്തു. So before I started off praying, so teaching on the glory, I knelt down and I cried out in the presence of the Lord. And the Lord revealed to me that there is one obstacle, which if that obstacle is there, you cannot teach on the glory of God. So he repented on that obstacle, about that obstacle, and then he came forward to teach about the glory. നമ്മൾ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ സ്വർഗത്തിന് അത്യധികമായി ആഗ്രഹമാണ്. Heaven desires us to be called gods. ദൈവം എന്ന് നമ്മളെ നോക്കി പറയാൻ ഇടവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. Yeah, so God desires for us to be known as gods. നമ്മളെ കാണുമ്പോൾ ദൈവിക അടയാളങ്ങൾ പ്രകടമാകാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കൊതിക്കുന്നു. The Holy Spirit desires within us to manifest the signs of God through our life. നമ്മളിൽ ദൈവീകത പ്രകടമാകാൻ പരിശുദ്ധാത്മാവ് അത് പ്രകടമാക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന നാളുകളിലാണ് ഈ ശുശ്രൂഷ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. We are living in a time and we are attending this program where we have to understand that the Holy Spirit desires to manifest the divinity of God in us, through us. നമ്മൾ ദൈവത്തിന്റെ പകരക്കാരാകാൻ ദൈവം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. So the Lord wants us to be his representative on earth. എന്തുകൊണ്ടാണ് യേശു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? Why did Jesus teach us to pray the prayer Our Father? Why did he teach us to pray this prayer Our Father? എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പനായ ഒരു ദൈവത്തെ യേശു പരിചയപ്പെടുത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Did you ever think why did Jesus introduce God as a father? ഞാനൊരിക്കൽ എൻ്റെ അപ്പച്ചന് ഒരാൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ പണം വാങ്ങാൻ ചെന്നപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പന്റെ അതേ ശബ്ദമാണ് നിങ്ങൾക്ക് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. So my dad, one person had to pay money to my daddy. When I went to meet this man said, your voice is exactly like your daddy. കാരണം എന്താണ്? ഞാൻ എൻ്റെ അപ്പന്റെ അതേ രക്തത്തിൽ ജനിച്ച മകനായതുകൊണ്ടാണ് എന്നിൽ അപ്പന്റെ ഒരു ശബ്ദം ഒറിജിനലായി പുറത്തു വന്നത്. The reason why I have my daddy's voice, because I have born out of his blood. That is why I have the same voice. ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവർ ദൈവപിതാവിന്റെ എല്ലാ കഴിവുള്ളവരായി ഈ ഭൂമിയിൽ പ്രദർശിക്കപ്പെടണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. For those who are born again, in our language we can say, those who had a Christ experience and had a Jesus experience and had a change in their heart. All of us, those who have come into this experience, having desires to manifest the presence and the power of God in this world. ഈ ഭൂമിയിൽ കുറേ ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ദൈവങ്ങളുണ്ട് എന്നാണ് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. If there are lakhs of faithful in the world who belong to Jesus, that means there are lakhs of gods on the earth. പരിശുദ്ധാത്മാവുള്ളവനെ നോക്കി സാത്താന്യ ലോകം പറയും, ദൈവം പോകുന്നു എന്ന് പറയും. Satan will tell, looking at a person, oh look, the person who has the Holy Spirit will tell, look, gods are going. ഒരു വിശുദ്ധനെ ഒരു പരിശുദ്ധാത്മാവുള്ളവനെ സംബന്ധിച്ച് അവൻ എവിടെ പോകുമ്പോഴും സാത്താന്യ ലോകം അവനെ ഭയപ്പെട്ടുകൊണ്ട് പറയും, ദൈവം വരുന്നുണ്ട്, നോക്കി നിന്നോ, ദൈവം വരുന്നുണ്ട്, എന്തോ ചെയ്യും, ദൈവം വരുന്നുണ്ട്, അവനെ തടയണം, ഏതെങ്കിലും വിധത്തിൽ തടയണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയപ്പെടുകയാണ്. So whenever a person who has the Holy Spirit moves around, Satan gets frightened and it will see gods are coming, we need to stop them. ദൈവത്തിന്റെ കണ്ണുള്ളവൻ വരുന്നു. See, the one who has the eyes of God is coming. ദൈവത്തിന്റെ കൈയുള്ളവൻ വരുന്നു. See, the one who has God's hand is coming. ദൈവത്തിന്റെ ശബ്ദം വരുന്നു.
See, God's voice is coming. ദൈവത്തിന്റെ വാക്കുകൾ ഒരുത്തൻ ചുമന്നുകൊണ്ട് നടക്കുന്നു. See, I see one, Satan will tell, see, I see that person carrying the very words of God. അവന്റെ കയ്യിൽ ദൈവത്തിന്റെ വാക്കിരിപ്പുണ്ട്. See, in his hand, God's word is there. അവൻ എന്തും ചെയ്യും. He will do anything. നോക്കിയും കണ്ട് നിന്നോണം. You all have to be careful. അങ്ങനെ സാത്താന്യ ലോകം ദൈവത്തെ നോക്കി ഭയപ്പെടുന്നു എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത്. So we have to remember that Satan looks at gods and are frightened. That's what we have. നമ്മളാരും ചെറിയ ഗണത്തിൽപ്പെട്ടവരല്ല, നമ്മൾ രാജകീയ ഗണത്തിൽപ്പെട്ടവരാണ്. So we have to remember that we don't belong to a small tribe. We belong to the royal priesthood. നമ്മൾ നമ്മുടെ വിലയെ അറിയണം. We need to understand our value. ദൈവമായ യേശു ഭൂമിയിൽ ഇറങ്ങി വന്ന് തന്റെ ശരീരത്തെ മുറിച്ച് നമുക്ക് വേണ്ടി വില കൊടുത്ത് യാഗമർപ്പിച്ച് നമ്മളെ സ്വന്തം വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മൾ. Jesus came, he died on the cross, paid the price through the shedding of his blood, and has made us his own. That is the value that we have. യേശു തന്റെ രക്തം ഒഴുക്കി ഈ രക്തത്തിന്റെ അകത്തേക്കാണ് സഭയെ ചേർത്ത് വെച്ച് ഈ ബ്ലഡ് കൊണ്ട് പൊതിഞ്ഞാണ് ഈ ഭൂമിയിൽ ദൈവം തന്റെ സഭയെ കാത്തു പരിപാലിക്കുന്നത്. So the Lord poured out his blood, and he covers the church by his blood and protects the church by his blood. ഈ രക്തത്തിന്റെ നടുവിലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. And in the midst of the blood, the Lord established the church. ഈ ദൈവമക്കൾ എവിടെയുണ്ടോ ആ രക്തം കൊണ്ട് ഇന്നും സ്വർഗം നമ്മളെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം മറന്നു പോകരുത്. Wherever the children of God are there, we are all covered by the blood of Jesus. You should not forget this. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ദൈവത്തോട് സംരക്ഷണ പ്രാർത്ഥന ചോദിക്കാതിരിക്കുമ്പോൾ പോലും നമുക്ക് സംരക്ഷണം ഉണ്ടാകുന്ന ഒരു രീതി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയും. So in the life of faith, even though you don't ask for protection sometimes, you are still protected. That is what you have to remember. കാരണം നമ്മളെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവം നമ്മുടെ യാത്രകളിലും നമ്മുടെ പ്രവൃത്തികളിലും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എവിടെ വെച്ച് കവർ ചെയ്യണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. So the one who has purchased us by the blood, he watches over us as we keep journeying, and he plans how we need to be protected by his blood. ഞാനൊരു ദിവസം വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നല്ല സ്പീഡിൽ പോവുകയാണ്. വയനാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് എന്റെ മേലൊരു അഭിഷേകത്തിന്റെ പുതപ്പ് വന്ന് വീണു. One day I was traveling in Wayanad, and suddenly I felt a mantle of glory, the mantle of anointing coming and falling on me. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ കവറിങ് എന്റെ മേൽ വീഴാൻ കാരണം? I thought, why did this covering come upon me now? പെട്ടെന്ന് എന്റെ വായിലേക്ക് ഭാഷകൾ വന്ന് വീഴുകയാണ്. ഞാൻ ആ ഭാഷകൾ ഉരുവിടാൻ തുടങ്ങി. And suddenly I started speaking in new languages. New words started coming in my mouth. അടുത്ത സെക്കൻഡിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ശിവന്റെ ഇന്ത്യയിലെ രണ്ടാമത്തേത് അങ്ങനെ എന്തോ ഉള്ള ഒരു ശിവന്റെ ക്ഷേത്രത്തിന്റെ മുൻപിലൂടെ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം. So then I realized that I was passing through a road which had a very second biggest temple in India, connected with one of the deity of the Gentiles. ശിവന്റെ ഒരു അമ്പലമായിരുന്നു അത്. Yes, no problem. Hallelujah. അപ്പൊ ദൈവം നമ്മളെ എവിടെയെല്ലാം നമ്മളായിരിക്കും, ദൈവം നമ്മളെ എവിടെയെല്ലാം നമ്മൾ ആയിരിക്കുമ്പോഴും അവിടെയെല്ലാം ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. So wherever we are, God continues to protect us. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെയെല്ലാം സംരക്ഷിക്കുന്നത്? Why is it that the Lord is protecting us like that? സാത്താന്യ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഓരോ ഇടങ്ങളിലുമുള്ള സാത്താന്യ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. Because the evil powers have filled the earth and the world,
And that is why wherever we are, these powers are there. And that is why we are divinely protected. ലോകത്തിൽ എല്ലായിടങ്ങളിലും അശുദ്ധാത്മാക്കൾ പതിയിരിപ്പുണ്ട്. In the world, any areas you go, every area you go, you can find the evil spirits hidden there. നിങ്ങളുടെ കണ്ണുകൾ പരിശുദ്ധാത്മാവ് തുറന്നു തരാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ രണ്ട് ലോകമുള്ളതായി നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങും. When the Holy Spirit open your eyes, then you can see that there are two worlds in the earth. നമ്മളായിരിക്കുന്ന ലോകത്തിൽ മറ്റ് രണ്ട് ലോകങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. We will be able to see that there are two worlds in the earth. എന്നാൽ ഒരു ലോകം നമുക്ക് കണ്ണുകൊണ്ട് കാണാം, അത് നമ്മൾ ഈ കാണുന്ന ലോകമാണ്. One we see through our eyes, the world that we see around. മറ്റൊരു ലോകം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത് ആത്മാവിൽ മാത്രം നോക്കിയാലേ കാണാൻ കഴിയുള്ളൂ. അത് ദൃശ്യമല്ല, അദൃശ്യമാണ് ആ ലോകം. But there's another world which cannot be seen with our natural eyes, but it can only seen through the spiritual eyes. And that is an invisible world. That is an invisible world. ആ അദൃശ്യമായ ലോകത്തിലാണ് സാത്താന്യ ലോകം മറഞ്ഞിരിക്കുന്നത്. So in that invisible world, Satan is hidden. ഇപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മൾ ഈ നടന്നു പോയ യാത്രകളിൽ എവിടെയെങ്കിലും സാത്താന്റെ ഒരു ജില്ലയോ അല്ലെങ്കിൽ സാത്താന്റെ ഒരു സ്റ്റേറ്റോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? When by traveling, have you ever thought, did I see any state that belonged to Satan? അങ്ങനെ ഒരു സ്ഥലം ഇല്ല. There is no state like that. എന്നാൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. But there is a place like that. അത് മനസ്സിലാകണമെങ്കിൽ ആത്മാവിൽ നമ്മൾ സ്റ്റേറ്റിനെ നോക്കണം, ആത്മാവിൽ നമ്മൾ ജില്ലയെ നോക്കണം, ആത്മാവിൽ നമ്മൾ പട്ടണം കാണണം, ആത്മാവിൽ നമ്മൾ വ്യക്തികളെ കാണണം. അപ്പോൾ ഏതാണ് സൈത്താന്റേതെന്നും ഏതാണ് ദൈവത്തിൻ്റെതെന്നും തിരിച്ചറിയുവാൻ കഴിയും. Only in the spirit we can see. When we look at a man, when we look at a district, a village, a town, a city, we can know what belongs to God and what doesn't belong to God. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സൈത്താനിക്ക് ആയിട്ടുള്ള ഏരിയകളിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയം എൻ്റെ ബോഡിയിൽ എനിക്ക് വേഗത്തിൽ അത് തിരിച്ചറിയാൻ കഴിയും. So when I pass to certain places, some places which have different kinds of bondages, I can feel that in my body. എൻ്റെ സ്പിരിറ്റിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. I can feel that in my spirit. എൻ്റെ പ്രാർത്ഥനയിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. I can feel that in my prayer. ആത്മാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വെളിപാടുകളിൽ എനിക്കത് വിവേചിച്ചറിയാൻ കഴിയും. I can know it by the revelation God is giving me, the Holy Spirit is giving me. അപ്പോൾ ദേശങ്ങളിൽ പതിയിരിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. അത് വ്യക്തികളിലൂടെ, സ്ഥലങ്ങളിലൂടെ, വസ്തുക്കളിലൂടെ അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. So there are a lot of demonic entities in different states. These entities work through people, through things, and through other properties also. ഹല്ലേലൂയ. Hallelujah. ഞാനൊരിക്കൽ ഒരാൾക്ക് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. One day I was give a handshake to someone. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ ഇങ്ങനെ നീട്ടി കൊടുത്തു. അയാൾ എൻ്റെ കൈയിലേക്ക് കൈ പിടിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൈയിലേക്ക് ഒരു സ്വാധീനം വെളിപ്പെടുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ പിൻവലിക്കുന്നു. And when I was shaking hand with this man, and that man was shaking hand with me, suddenly I felt some kind of influence coming into my hand. ഞാൻ പെട്ടെന്ന് കീശയിൽ എന്താ എടുക്കാൻ തുടങ്ങുന്ന പോലെ ഭാവിച്ചുകൊണ്ട് കൈ പിൻവലിച്ച് കീശയിലേക്ക് ഇടുന്ന പോലെ കാണിച്ചു. And suddenly I withdrew my hand and tried to show as if I am putting my hand in my pocket to take something out. ആ വ്യക്തിയിലുള്ള പൈശാചിക സ്വാധീനമാണ് ഈ എൻ്റെ കയ്യിലേക്ക് വന്ന് തൊട്ടതെന്ന് എനിക്ക് മനസ്സിലായി. So I understood that the demonic in that person touched me through his hands. ഹല്ലേലൂയ. Hallelujah. ഞാൻ പല സ്ഥലങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ പോയി ബസ് ഇറങ്ങാൻ ഇടയായിട്ടുണ്ട്. At night I have traveled many times, and many times I have got down at night from the bus. ആ സമയങ്ങളിൽ ആ ദേശത്ത് വസിക്കുന്ന അശുദ്ധാത്മാക്കളെല്ലാം എൻ്റെ അരികിലേക്ക് വരുന്നതായി എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. I have felt many times demonic entities coming closer to me at that times.
ഞാൻ അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കും ആ സ്ഥലത്ത് വെച്ച്. And I stand there and keep praising and worshiping the Lord. അതിന്റെ ശക്തി കെടുന്നത് പോലെ എനിക്ക് ഫീൽ ആകാറുണ്ട് പലപ്പോഴും. And I felt that strength of this entity is becoming weaker. ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. ഈ പ്രദേശമൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള And പലരും I പറഞ്ഞിട്ടുണ്ട്, inquired about these places, what these places were and how they are. അവിടുത്തെ പ്രത്യേകതകൾ ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. I inquire about the peculiarities of these properties and places. അവിടെ പിടിച്ചുപറി, വ്യഭിചാരം, വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള പാപപരമായ ഒരു ദേശമാണ്. പലപ്പോഴും അങ്ങനെയുള്ള ദേശത്താണ് ഇതുപോലുള്ള അശുദ്ധാത്മാക്കളുടെ കൂട്ടം എന്നോട് So we found that പോരാടി. these experiences come where there have been idolatry, adultery, snatching, and all other kind of grievous sins have taken place in these areas. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. So these things are all made us to understand by the Holy Spirit. ഞാനൊരിക്കൽ കണ്ണൂർ ജില്ലയിൽ പാനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അപ്പച്ചന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോകാനിടയായി രാത്രിയിൽ. One day in a place in Kannur called Panur, I went to my daddy's friend's house. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവര് ഞങ്ങളോട് അവിടെ കിടക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചു. And they forced us to stay there and spend the night there. അന്ന് എൻ്റെ കൂടെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ബേബി ബ്രദറും ഉണ്ടായിരുന്നു. And with me, that the baby brother who had given a talk here, he was there with me. അവര് നിർബന്ധിച്ചപ്പോൾ എൻ്റെ പപ്പയും ബേബി ബ്രദറും അവരുടെ വീട്ടിൽ കിടന്നു. So because they forced my daddy and my brother stayed in the house. എന്നെയും നിർബന്ധിച്ചു, പക്ഷെ ഞാൻ അവിടെ കിടന്നില്ല. They forced me, but I did not stay there. കാരണം ഞാൻ ആ കിടക്കാനുള്ള സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഭൂതം ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു ബേബി ബ്രദറിനോട്. Yeah. So when I looked at the place where I had to sleep, I saw one evil spirit there. അപ്പൊ ബേബി ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബേബി ബ്രദറെ, ഇന്ന് ബേബി ബ്രദർ ഇവിടെ കിടക്കൂല. കിടന്നാൽ സാത്താന്യ ലോകം ബ്രദറിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഏതായാലും വണ്ടി കിടന്നോളാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി കിടന്നുറങ്ങി. So he told baby brother, I don't think you'll be able to sleep here. If you sleep, you'll be disturbed the whole night. I am going to the vehicle, I'll sleep there. രാവിലെയായി ബേബി ബ്രദർ എഴുന്നേറ്റ് വന്നു. ഞാൻ ബേബി ബ്രദറിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം എന്ന് ചോദിച്ചു. So I asked baby brother, how was the sleep at night? ബേബി ബ്രദർ പറഞ്ഞു, എന്റെ ജോയ് ബ്രദറെ ഇന്ന് എന്നെ കിടത്തി ഉറക്കിയില്ലെന്ന് പറഞ്ഞു. So he said that whole night I was not able to sleep. ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധ. These are the things we normally experience at many times in our life. Okay? These are things that we normally experience. Okay, brother. ഇത് കാണാൻ നമുക്ക് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. We will be able to see this only when the Holy Spirit will open our eyes. ഹല്ലേലൂയ. Hallelujah. എൻ്റെ ഏറ്റവും അടുത്ത, എൻ്റെ വീട്ടിലെ ഏറ്റവും അടുത്തവരിൽ ഭൂതം ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാൻ അവരുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ പ്രയാസപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ തൊട്ടില്ല, കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കിയും കണ്ടു നിൽക്കും. Yeah, sometimes I see some evil spirits sitting side of certain people. But then when I talk to them, I'm very careful how I talk to them. I adjust myself and according to the situation, I talk to them. ഞാൻ പല ശുശ്രൂഷകരുടെ കൂടെ ഇതുപോലെ ശുശ്രൂഷയിൽ ചില ശുശ്രൂഷകരുമായി സഹകരിക്കേണ്ട സമയങ്ങളിൽ ഇതേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. Sometimes when I have worked with other ministry people, I have had this kind of experiences also. അവരുമായും ഇടകലരുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ഭൂതമുണ്ട്, വരമുണ്ട്, പക്ഷെ ഭൂതമുണ്ടെന്ന് പറയും. So the Holy Spirit reveals to me, they have the charisms, but they also have some bondages in their lives. Some demonic bondages are there. ഹല്ലേലൂയ. Hallelujah. എന്റെ പ്രിയമുള്ളവരെ, മഹത്വത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൈപിടിച്ചുയർത്തുമ്പോൾ ഈ വിധത്തിൽ ഒരു പ്രത്യേക പരിപാലനം, പരിരക്ഷ, ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ദൈവം നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും. So when you move to a different level of glory, the Lord will continue to give us a peculiar divine protection for each one of us. ഞാനൊരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാനിടയായി.
Once I was doing a ministry in a retreat center. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഞാൻ ഇരിക്കുന്ന ഓഫീസ് മുറി പോലുള്ള ഒരു മുറിക്കകത്ത് എൻ്റെ ഡ്രോ തുറക്കുമ്പോൾ ഒരു ദിവസം അതിൻ്റെ അകത്ത് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് എഴുതി എൻ്റെ മേശയ്ക്കകത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടു. So one day when I was doing the ministry in that room, it was like office room. When I opened the table drawer, I found a check, a blank check in the office drawer. ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, ഇതെന്താ സംഭവം? പരിശുദ്ധാത്മാവ് പറഞ്ഞു, അഭിഷേകമുള്ളവർ നിന്നോട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണിത്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. Yeah, he said that some people have received some anointings. There's an area where they are opposing it, but you don't be afraid. പിന്നീട് ഞാൻ ഒരു ദിവസം ഇതേ ഡ്രോ തുറക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പെണ്ണിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. And one day when I opened the drawer, I found a girl's photo in that drawer. മറ്റൊരു ദിവസം ഞാൻ ഡ്രോ തുറക്കുമ്പോൾ അവിടുത്തെ ഡയറക്ടറേറ്റിനെ കുറിച്ച് എൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു ഊമക്കത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. Then when I opened the drawer, I found an anonymous letter written to the director of the center. I found that in the drawer also. ഞാൻ അവിടെ ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് വിവേചിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വ്യക്തികളിൽ ഭൂതം ബാധിച്ച് നിന്നോട് അസൂയുള്ളവരാണ് നിന്നെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. So the Holy Spirit revealed to me that those who are doing in the ministry, they have some evil spirits in them. So they are desiring that you should go away from the center, and that is why they are doing these things. പക്ഷെ വാസ്തവത്തിൽ ഞാൻ ആ ധ്യാന സെന്ററിൽ പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്തു. And the truth is that I was persecuted in that center. പക്ഷെ കർത്താവ് അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, ഞാൻ നിന്നെ വേറെ ലെവലിലേക്ക് ഉയർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. The Lord told me, don't be afraid, be bold. I will take you to a different level. അന്ന് വരെ ഞാൻ ഒരാഴ്ചത്തെ ധ്യാനം ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല, പലരും കൂടിയാണ് ചെയ്തത്. അന്ന് മുതൽ ആ ധ്യാന മന്ദിരത്തിൽ നിന്ന് ഞാൻ മാറുന്ന അന്ന് മുതൽ ആഴ്ചയിലെ ധ്യാനങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞു. So after I moved out of that center, I had never conducted a whole retreat by myself. But after moving out of that center, I got an anointing to conduct the whole retreat by myself only. സാത്താന്യ ലോകം എത്ര എതിർത്താലും മഹത്വമുള്ളവനെ ദൈവം മനോഹരമാക്കി മാറ്റും. So no matter how much Satan will try to attack you, the one who has the glory will continue to grow in that glory and continue to look beautiful in God. വാസ്തവത്തിൽ ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവ ശുശ്രൂഷകന് ഒരു കുറവ് സംഭവിച്ചാൽ ബാക്കിയുള്ള ദൈവ ശുശ്രൂഷകർ കൂടി അവന്റെ കുറവ് നികത്തി അവനെ വഹിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ സംവിധാനം. In the principle of the kingdom of God, when any man or woman of God falls into some weakness, God desires that all of them join together and bring that person out of that situation. This is the will of God and the purpose of God, and that is what He likes. എന്നാൽ പലപ്പോഴും അങ്ങനെ ഒരു വളർച്ചയല്ല പല സ്ഥലങ്ങളിലും ശുശ്രൂഷ മുഖങ്ങളിലും വെളിപ്പെടുന്നത്. അവനെ മാക്സിമം ഉപദ്രവിച്ച് അവന്റെ മേലുള്ള അഭിഷേകം കൂടെ ചോർത്തിക്കളയുക, അവന്റെ നല്ല പേരുകളെ ദുഷിപ്പിക്കുക. ഇതാണ് സാത്താന്യ ലോകം അഭിഷേകമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതി. So this is what Satan does. The one who falls into a weakness, that person is again and again troubled, again and again accused, and whatever anointing he has lost. And this is what Satan does. He uses people who are anointed to attack this person again and again and to destroy this person. കർത്താവ് പറയുന്നു, ദുർഗന്ധമുള്ള മുറിവ് വെച്ച് കെട്ടി സുഖപ്പെടുത്തുക എന്ന്. The Lord is saying that any wound that is stinking, it is your responsibility to clean it and to clothe it. കർത്താവ് പറയുന്നു അവന്റെ നഗ്നത ഉടുപ്പിക്കുക എന്ന്. The Lord is saying, hide his or her nakedness. എന്നാൽ പൈശാചിക ലോകം അവന്റെ മുറിവ് ദുർഗന്ധം വമിപ്പിച്ച് അവനെ പരിഹസിച്ച് തള്ളിക്കളയുക, കല്ലെറിയുക എന്നുള്ളതാണ് സാത്താന്യ ലോകത്തിന്റെ പ്രവൃത്തി. The work of satanic world is this,
that to make that wound more dirty and make it more what you call stinking, and then to bring a lot of accusation against him and create a lot of problem for that person. സാത്താന്യ ലോകം കുഷ്ഠരോഗിയെ കല്ലെറിഞ്ഞ് പാളയത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ യേശുക്രിസ്തു അവനെ മാറോട് ചേർത്തണച്ചു. Where Satan's world throws stones at a leper and push him and throws him out of the camp. But Jesus embraces a person who is a leper. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിനെതിരെ എല്ലാ കാലത്തും സാത്താന്യ ലോകം പ്രവർത്തിക്കുന്നത് അഭിഷേകമുള്ളവരെ പിടിച്ചെടുത്താണ്. The satanic world works through people who are anointed by God in this kind of situations. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? എന്തുകൊണ്ടാണ് യൂദാസിനെ സാത്താന്യ ലോകം പിടിച്ചെടുത്തതെന്ന്? What have you understood about Judas? Why did Satan catch hold of him? ആരാണ് യൂദാസ്? അപ്പോസ്തലന്മാരിൽ ഒരുവനായി എണ്ണപ്പെട്ടവൻ. Yeah, Judas was one of the apostles. ഈ രണ്ടുപേരെ യേശു പോകാനിരുന്ന സ്ഥലത്തേക്ക് അയച്ചതിന്റെ കൂടെ അപ്പോസ്തലനായ യൂദാസിനെയും യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസും അയക്കപ്പെട്ട് ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്നിരുന്നു. And when Jesus sent 2 by 2 to do ministry, Judas also was sent. He went there and then he came back after the ministry. അവൻ സ്ഥാനം കൊണ്ട് അപ്പോസ്തലനായിരുന്നു. In position he was an apostle. അവൻ പേര് കൊണ്ട് അപ്പോസ്തലനായിരുന്നു. By his name he was an apostle. പ്രവൃത്തി കൊണ്ടും അപ്പോസ്തലൻ തന്നെ ആയിരുന്നു. By his activities he was an apostle. അതുകൊണ്ടാണ് 11 അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി 12ാമത് ഒരാളെ തിരഞ്ഞെടുക്കാൻ നറുക്കിടുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അത് പറഞ്ഞു, ഇത് മുന്നോട്ട് പോകും. So when the apostles got together and wanted to pick up the 12th person, Peter is telling. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം 25 തിരുവചനത്തിൽ പത്രോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, യൂദാസ് താൻ വെച്ചേച്ചു പോയ അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയും ആർക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് അവർ ചീട്ടിട്ടു. അത് മത്യാസിന് നറുക്ക് വീണു. അങ്ങനെ മത്യാസ് 12 പേരിൽ ഒരുവനായി എണ്ണപ്പെട്ടു. അങ്ങനെ യൂദാസിന്റെ സ്ഥാനവും അവന്റെ ശുശ്രൂഷ പദവിയും ഉണ്ടായിരിക്കെ തന്നെ അവനെ സാത്താന്യ ലോകം പിടിച്ചെടുത്തു. Verses 25 and 26. You can just put the quote on the chat. Acts 1, 25-26. You should read this. To take the place in this ministry and apostleship from which Judas turned aside to go to his own place. So Judas was an apostle. He had his own ministry. And here they have got together to select a person. And Peter is telling, then they prayed and said, Lord, you know everyone's heart. Show us which one of these two you have chosen to take place in this ministry and apostleship from which Judas turned aside to go to his own place. So we have to understand here, Judas was an apostle and he was used by Satan. ഹല്ലേലൂയ. ഇന്നും ദൈവരാജ്യത്തിനെതിരെ പൈശാചിക രാജ്യം അഭിഷേകമുള്ളവരെയാണ് അവന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നത്. Yeah, the satanic kingdom, when it works against the kingdom of God, they select people who belong to the kingdom of God. ഒന്നുകിൽ അവൻ പേരിലൂടെ പിടിച്ചെടുക്കും, Either through his name, they will catch him. അല്ലെങ്കിൽ അവൻ സ്ഥാനമാനങ്ങളിലൂടെ പിടിച്ചെടുക്കും, Or maybe through that his position that he has, he will try to take over that person. അല്ലെങ്കിൽ അവൻ സമ്പത്തിലൂടെ പിടിച്ചെടുക്കും, Or it can be the desire for more money and more things. Satan can work in that person. അല്ല എങ്കിൽ പാപത്തിന്റെ സ്വാധീനത്തിലൂടെ അവനെ പിടിച്ചെടുക്കും. Or through various kinds of sin, Satan can take control of that person. അത് 99.9% ജഡിക പാപമായ വ്യഭിചാരത്തിലൂടെ ആയിരിക്കും പിടിച്ചെടുക്കുന്നത്. And if that person is 99.9% in some sinful condition,
and Satan will work through adultery and try to take control of this person. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ജീവിതത്തിൽ അമിതമായി സമ്പത്ത് വന്നാൽ അതിൽ നിന്ന് ഓടി മാറണം. So in the life of holiness, we need to remember when more money comes, we need to run away from it. ചിലപ്പോൾ സാത്താൻ ഒരുക്കുന്ന കെണിയാകാം. Sometimes it can be a trap of Satan. നമുക്ക് വലിയ തോതിൽ പേരും പ്രശസ്തിയും ഉണ്ടായാൽ ഓടി മാറണം. ചിലപ്പോൾ സാത്താൻ നൽകുന്ന തന്ത്രമാകാം. Yeah, sometimes it can be that we are getting a lot of fame. A lot of people are coming to know us, and people are like, and lift us. We need to remember, we have to run from that. It can be a trap of Satan. നമ്മൾ വലിയൊരു ബ്രദറായി കഴിഞ്ഞാൽ സൂക്ഷിക്കണം. ആളുകളുടെ ഇടയിൽ നിന്ന് ഓടി ഒളിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ സാത്താൻ നമ്മളെ പിടിച്ചെടുക്കും. When we become a big brother, are you understood now? Big brother, a big sister, we need to run away from people, or else Satan can take control of us. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ കേളകം ബ്രദറാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ പേര് കണ്ണൂർ ജോയ് ബ്രദർ എന്നായി. കാരണം എൻ്റെ നാട് വിട്ട് ജില്ലയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇനി അടുത്ത് സ്റ്റേറ്റിന്റെ പേരിൽ അറിയപ്പെടും. പിന്നീട് ഞാൻ ഇന്റർനാഷണൽ മിനിസ്ട്രി ചെയ്യുന്ന ബ്രദർ ജോയ് കണ്ണൂർ എന്ന പേര് വരുമ്പോഴേക്കും സാത്താന്യ ലോകം എൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടാകും. Now I used to be known as a brother from Kelagam, small village. Now I am known as a brother from Kannur. After some time I'll be known as brother from Kerala, then from India, then I'll be known as international, and that is the time when Satan will catch my neck and twist my neck. ആളുകൾ നമ്മൾ ഉയർത്തുമ്പോൾ ഇന്നലകളിൽ ആന്തരിക മുറിവ് സൗഖ്യപ്പെടാത്ത ശുശ്രൂഷകനാണെങ്കിൽ ആ ഉയർത്തുന്ന കൂട്ടത്തിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ പൊങ്ങി പോകും. So it happens like this, that when people lift us up, if there are inner rooms in us in this direction, we will also raise ourselves up. Without knowing, we will also lift ourselves up. എന്നാൽ ലോകത്തിൽ ആരും അറിയാതെ ദൈവത്താൽ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തി ലോകത്തിൽ എത്ര പേർ പൊക്കിയാലും പൊങ്ങില്ല. കാരണം അവനെ വളർത്തിയത് ദൈവമാണ്. Because if there is a person who has grown in the Lord without anybody knowing it, he will never be puffed up when people try to lift him up. നിങ്ങൾ ലോകത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്നത് നല്ലത് തന്നെയാണ്. It is good to be known internationally. അതിൽ നിങ്ങൾ അറിയപ്പെടാൻ എനിക്ക് ആന്തരിക മുറിവില്ല. And I do not have an inner room inside me that feels that it should not be known. It should be known internationally. നിങ്ങൾ ഇന്റർനാഷണലി അറിയപ്പെടാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹവും. My desire is that it should be known internationally. എനിക്ക് ആന്തരിക മുറിവ് അതിലില്ല. I do not have any inner room inside me in that area. പക്ഷെ ഒരു കാര്യം മറക്കരുത്. Don't forget one thing. ദൈവം അറിയിക്കുന്ന ഇടത്ത് മാത്രമേ നീ അറിയാൻ പാടുള്ളൂ എന്ന കാര്യം നീ മറന്നു പോകരുത്. One thing you need to remember, you should be only known in places where God wants you to be known. എനിക്ക് മുമ്പൊരു സുഹൃത്തുണ്ടായിരുന്നു. I had a friend. അദ്ദേഹം കാട്ടില് പാറയുടെ ഇടുക്കിൽ ഫോറസ്റ്റിൽ വലിയ ഫോറസ്റ്റിൽ ആനയൊക്കെയുള്ള വലിയ കൊടും ഫോറസ്റ്റിൽ കടുവ ആനയൊക്കെയുള്ള കൊടും ഫോറസ്റ്റിൽ ഒരു പാറയുടെ ഉള്ളിൽ തപസ്സിരിക്കുന്ന പതിവുണ്ടായിരുന്നു. I had a friend of mine who used to go and fast and pray in a forest area where there are elephants and tigers. He used to live on a rock in a cave. അദ്ദേഹത്തിന് വിശക്കുമ്പോൾ കായ്കനികൾ ദൈവം കാണിച്ചു കൊടുക്കും, അത് പറിച്ചു തിന്നും. When he becomes hungry, the Holy Spirit will show him some fruits and then he will take it and eat it. അദ്ദേഹം ഒരിക്കൽ ഒരു തീരുമാനം എടുത്തു, ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഇനി കുറെ നാൾ ഉപവസിക്കുന്ന ഒരു തീരുമാനം എടുത്തു. So one day he decided that he will fast and he will not drink water also. ഒരു 15-20 ദിവസം ആയപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരം ചീഞ്ഞ് മണക്കാൻ തുടങ്ങി. After 15-20 days, his body became rotten. ഈ ശരീരത്തിന്റെ കളർ മാറിപ്പോയി. And the color started changing. ഈ ശരീരത്തിൽ വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോയി. And the water completely dried out of his body. ഈ സമയത്ത് ഇദ്ദേഹം ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ ശരീരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതായോ എന്ന് പറഞ്ഞു. So he came out of that cave and said, Lord, pour some water upon my body. ഈ സമയത്ത് നല്ലൊരു മഴ പെയ്ത് അദ്ദേഹത്തെ ദൈവം കുളിപ്പിച്ചു.
And that time there was a rain, and he got bath. He bath in that rain. ഈ സമയം അദ്ദേഹം നാക്ക് നീട്ടി പിടിച്ച് കുറെ വെള്ളം കുടിച്ചു. And then he put out his tongue and drank that water that was falling. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു രാത്രി ഗുഹയിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. കിടക്കാൻ സ്ഥലമില്ല, ഒന്ന് കഷ്ടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്നുറങ്ങുമ്പോൾ So one night I was sleeping in his cave. There you cannot sleep, you can only sit. The place is very limited. So I was sitting and sleeping in that cave with him. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു കൂടെ എന്ന് ചോദിച്ചു. So I asked the Lord, why he's sitting here like this? Why can't he go out and preach the gospel? ഈ സമയം കർത്താവ് എന്നോട് പറഞ്ഞു, ലോകത്തിൽ ആർക്കും അവനെ അറിയത്തില്ല, And nobody knows him in the world. പക്ഷെ അവൻ പറയുകയാണ് അമേരിക്കയുടെ മേൽ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ എന്റെ ശുശ്രൂഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞു. Nobody knows him in the world, but if he says, Lord, anoint USA, God says, I will anoint USA. അതാണ് അവന്റെ മേൽ കിടക്കുന്ന വിളി എന്ന് പരിശുദ്ധാത്മാവ് ആ നാളിൽ എന്നോട് പറഞ്ഞു. And the Holy Spirit taught me that that is the call upon his life. ഇതൊരു 98-97 കാലമാണ്. That was in around 98 and 97. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യരാൽ അറിയപ്പെടുന്ന നിലവാരമല്ല ദൈവരാജ്യ സംബന്ധമായ ശുശ്രൂഷ. We have to understand the kingdom of God is not as we do by to be known by people. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെടുമ്പോൾ ദൈവജനത്താൽ ലോകം അറിഞ്ഞെന്ന് വരാം, അത് കുഴപ്പമില്ല. He says when the Lord calls you to his ministry, the world might come to know about you, but that does not matter. പക്ഷെ നിങ്ങളായിട്ട് നിങ്ങളെ അറിയപ്പെടാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. അതിലൂടെ സാത്താൻ നിങ്ങളെ പിടിച്ചെടുക്കും. You should not make yourself known. And if you do that, through that, Satan will take control of your life. നിങ്ങളെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിക്കുന്നു അത് ഈ ഭൂമിയിൽ ദൈവം നടപ്പിലാക്കിയിരിക്കും, സാത്താൻ അറിയാതെ. You have to understand that what God wants to do through your life, he will do it. And Satan also will not know what is being done through your life. നിങ്ങളുടെയും എന്റെയും വിശുദ്ധ ജീവിതത്തിൽ ലോകമറിയാത്ത കുറെ സ്വകാര്യ ഏരിയകൾ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. There must be some areas in your life where the world should not be knowing. Only God should be knowing. നിങ്ങൾ അതൊരു ഡയറിയിൽ എഴുതാൻ പാടില്ല. അത് നിങ്ങളോടുകൂടെ മരിച്ചു പോകണം. Write in a diary also. അത് നിങ്ങളോടുകൂടെ മരിച്ചു പോണം. It should die away with you. ഈ ഡയറിയിൽ എഴുതിയാൽ പോലും നിങ്ങൾ മരിച്ച് 50 വർഷം കഴിയുമ്പോൾ ആളുകൾ പറയും, അയ്യോ ആ ബ്രദർ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ആ ബ്രദറിന് സ്വർഗത്തിന്റെ പ്രത്യേക പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നു, ആ ബ്രദർ പുറത്താരോടും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും നിങ്ങൾ ലോകം പോക്കും. If you write a diary and you pass away, after you die, people will take the diary and tell, oh, he had stigmata in his hands, he had a great anointing in his hands, and people will lift you up. ഞാൻ എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഉത്തരം പറയുക. I am asking all of you one question, answer to your own mind. യേശുവിന്റെ കാൽവറി യാഗത്തെക്കാൾ എത്രയോ ഉയർത്തി പറയുന്നു ലോകം പലരുടെയും പല കാര്യങ്ങളും. People speak more about other things than the Calvary, than the sacrifice of Jesus Christ. ഒരു അത്ഭുതം ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് സൗഖ്യമാകുമ്പോൾ എന്തുമാത്രം പൊക്കിയാണ് കണ്ണൂർ ജോയ് ബ്രദറിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ സംസാരം നടക്കുന്നത്. When some miracles happen, people talk about Kannur brother so much. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എത്ര ശുശ്രൂഷ ചെയ്താലും യേശുവിന് തുല്യമായി മാറുമോ? Can I ask a question? If I do so many ministries also, will I become equal to Jesus? നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്, ഞാനിപ്പോ ഒരു രഹസ്യം പറയാം. I will tell you one secret, you not tell anybody. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഈ ഉള്ളം കൈന്റെ നടുവിൽ ആണി അടിക്കുന്നത് പോലെ ഫീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. When I was sharing this to you, I could feel one nail piercing my palms. 2 ദിവസം മുമ്പ് പരിശുദ്ധാത്മാവിൽ നിർബന്ധിതനായി ഞാൻ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛന്റെ കൺവെൻഷനിൽ പോകാനിടയായി.
I was forced by the Holy Spirit to go and attend the Bible convention of Father Yeah. Dominic. ഈ സമയത്ത് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അവിടെ എത്താൻ ഇടയായത്. So I reached the end part of the convention. ആ സമയം ഞാൻ ചെന്ന ഉടനെ തന്നെ ഒരു ഗ്ലോറി എന്റെ മേലേക്ക് വീണു. And as soon as I went there, the glory fell on me. വിത്തിൻ സെക്കൻഡിനുള്ളിൽ എന്റെ ഈ കൈക്കുള്ളിൽ ആണിയടിക്കാൻ തുടങ്ങി. And within seconds, I could feel one nail being hit into my palm. അതിഭയങ്കരമായ വേദന ഉണ്ടായി. And it was a very piercing pain. ഈ സമയം 10,000-കണക്കിന് ആളുകളാണ് ആ ഗ്രൗണ്ടിലുള്ളത്. 10,000-കണക്കിന്. Yeah, at that time, 10,000s of people were there in the convention ground. കർത്താവിന്റെ ആത്മാവ്, കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ കാൽവറിയിലെ യാഗത്തെ നീ നന്ദിയോടെ ഓർക്കുക എന്ന് പറഞ്ഞു. And the Lord told me, we have a thankful gratitude towards my sacrifice in Calvary. ഞാൻ ഈ സമയം അവിടെ പരിസരം നോക്കിയില്ല. വേഗത്തിൽ മുട്ടുകുത്തി. ഞാൻ ഷൂവും ജീൻസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പരിസരം ഒന്നും നോക്കിയില്ല. വേഗം തന്നെ മുട്ടുകുത്തി കർത്താവിന്റെ മുമ്പിൽ ഭാഷാവരത്തിൽ കരഞ്ഞ് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. I knelt down at that time. I was wearing jeans and shoes. I knelt down at that time. I did not see who were there around me. I started speaking in tongues and started crying. ഞാൻ കർത്താവിനെ ആഴമായി സ്നേഹിച്ച് പൊട്ടിക്കരഞ്ഞു. I tried to love the Lord in a very deep way and started crying. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, കാൽവറിക്ക് മഹത്വം ഉണ്ടാകട്ടെ, ഈ ജനത്തെ വീണ്ടെടുക്കണമേ എന്ന് പറഞ്ഞു കരഞ്ഞു. I said, Lord, let there be glory in the Calvary. Save your people. ആ ടൈമിൽ അച്ഛൻ പോലും അറിയാതെ അച്ഛന്റെ വായിൽ നിന്ന് കാൽവറി യാഗത്തെ ഉയർത്തി പറയാൻ തുടങ്ങി. And at that time, Father started raising his voice and speaking about the sacrifice in Calvary. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും യേശുവിന്റെ കാൽവറി യാഗത്തെ വിസ്മരിച്ചു പോകരുത്. No matter how much God raises up, we should not forget the sacrifice of Jesus in the Calvary. നമ്മളെ എവിടെയെല്ലാം ഉയർത്തി പറയുന്നു അവിടെയെല്ലാം നമ്മൾ എന്തെങ്കിലും കാണിച്ച് വിവരമില്ലാത്തവനോ പൊട്ടവനോ ആയി മാറണം. ഹല്ലേലൂയ. Whenever people lift us up, we should spoil it by doing some kind of mistakes there and spoil it. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീൽ, When a ministry is over and I come out of that place, ഈ ആളുകൾ ഓടി വരും, ബ്രദറെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാവോ? അന്നേരം എന്റെ ചങ്കിന് കത്തിക്ക് കുത്തുന്ന പോലെ വേദന എടുക്കും. and people rush to me and say, brother, can you pray for us? And at that time I feel as if a knife entering my heart. കാരണം എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ആ ശുശ്രൂഷ വേദിയിൽ പകർന്നു കൊടുത്തു കഴിഞ്ഞു. Because all that I had, I have given it already to the people who have come for the ministry. എന്തുകൊണ്ടാ ഈ ജനം കാൽവറി യാഗത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങി യേശുവിന്റെ രക്തത്തെ കീറി പിടിക്കാത്തതെന്ന് പെട്ടെന്ന് ഞാൻ വേദനിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. The reason why I had the pain and tears in my eyes, why people are not embracing the cross of Calvary, the blood that was shed in the Calvary. ഈ ശുശ്രൂഷകനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഏതൊക്കെയോ ശുശ്രൂഷകർ പറഞ്ഞത് കൊണ്ടല്ലേ, ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ വിലാപം കഴിച്ചിട്ടുണ്ട് അനേക പ്രാവശ്യം. Yeah, I have cried in the presence of the Lord because people have told these people who have come to depend on the person who has come to do the ministry. ലോകത്തിൽ യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾ ചെന്ന എല്ലാവരും വിശ്വാസികളാക്കാനല്ല പറഞ്ഞേ, ശിഷ്യന്മാരാക്കാനാ പറഞ്ഞേ. The Lord has told us not to make people believers, but make people disciples. വിശ്വാസികളായി കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ശിഷ്യന്മാരായാലോ അവർ ദൈവത്തിന്റെ ആത്മാവ് വഴി ദൈവമായിട്ട് എപ്പോഴും ബന്ധത്തിലായിരിക്കും. So when a person is a believer, he will keep depending on people. But when he becomes a disciple, he will keep depending on God and he will be led by the Spirit of God. His dependence will be on the Lord. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. I tell you say good news. ഏതെങ്കിലും ശുശ്രൂഷകളിൽ ഒരു ശുശ്രൂഷകനോ ഒരു വൈദികനോ ആരും ദൈവ മക്കളെ വിശ്വാസിയാക്കാൻ ശ്രമിച്ചാൽ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട വരും. We have to remember whether it's a preacher or a priest who tries to make a person a believer, he is accountable in the presence of God. എത്ര ഉയർന്ന ശുശ്രൂഷകനാണെങ്കിലും
എത്ര താഴ്ന്ന ശുശ്രൂഷകനാണെങ്കിലും ദൈവത്തിന്റെ ജനത്തെ ശിഷ്യന്മാരാക്കണം. No matter the person is a small person or a big person, his responsibility is to make a person a disciple. അതുകൊണ്ടാണ് ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. That is why God gives them the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ പകരക്കാരനാകണം എന്ന നിർബന്ധം കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പിതാവാം ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയത്. So the reason why God has given the Holy Spirit through Jesus is because we need to represent God on earth. ശിഷ്യന്മാർ വിശ്വാസിയാക്കാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ട കാര്യമില്ല. ശിഷ്യന്മാരാക്കാനാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്ത്. ശിഷ്യന്മാർ നാളത്തെ ഗുരുവാണ്. We have to remember that you don't need the Holy Spirit to be a believer, but you need the Holy Spirit to be a disciple. And every disciple is a future teacher of the kingdom of God. ആമേൻ എന്ന് പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരെല്ലാവരും നാളത്തെ ദൈവങ്ങളാണ്. That means that tomorrow's gods on the earth. എന്ത് വിചാരിക്കുന്നു ദൈവ ശുശ്രൂഷകർ? എല്ലാ കാലവും നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നോ? നോ. നിങ്ങളുടെ പിരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടണം. അടുത്ത ശുശ്രൂഷ ചെയ്യുന്നത് ഈ ശിഷ്യന്മാരായിരിക്കും. So those who are in the ministry should not think that you shall be permanent here. You will be removed from the scene, and the people will arise and they will start working for the Lord. അതുകൊണ്ടാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത്, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മളിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ശിഷ്യഗണങ്ങളെ നോക്കി യേശു പറഞ്ഞ് പ്രാർത്ഥിച്ചത്. So Jesus said, Father, as we are one, I pray that all these believers will be one. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ വിശ്വാസികളെ ശിഷ്യന്മാരാക്കുക, ശിഷ്യന്മാരെ ശ്രേഷ്ഠ ശുശ്രൂഷയുടെ മുൻനിരയിലേക്ക് കയറ്റി നിർത്തുക, ഇത് ദൈവരാജ്യത്തിന് വിസ്തൃതി ഉണ്ടാക്കുന്ന പ്രവൃത്തിയത്രേ. So we have to understand that in the life of faith, we should make the believers to disciples and make the disciples to stand in the forefront of the ministries of God. ഈ സമയം നമുക്ക് അല്പസമയം പ്രാർത്ഥിച്ച്, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ഈ സമയം നിങ്ങൾ ശിഷ്യന്മാരാകുന്ന ഒരു അഭിഷേകത്തിലേക്ക്, ഗ്ലോറിക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചേഞ്ച് ചെയ്യും. If you are only a believer, the Lord will change you right now. The Holy Spirit will change you right now, and He will make you a disciple by releasing His glory into your life. നിങ്ങൾ ഒരിക്കൽ കൂടി 2 Corinthians അതിന്റെ chapter 3 verse 18 ഒരിക്കൽ കൂടി വായിക്കുന്നത് ശ്രേഷ്ഠമാണ്. തുടർന്ന് നമ്മൾ ഞാനും ആന്റണി ബ്രദറും കൂടെ അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് നിങ്ങൾ ഇതിൽ പങ്കാളികളാവുക. Yeah, we will read that scripture once, and then myself and Joy brother and Anthony brother will pray for 2 minutes. After that, we all will join together. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്നു. നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് ഈ പ്രവൃത്തി. ഹല്ലേലൂയ. ഇംഗ്ലീഷ് പ്ലീസ്. And all of us with unveiled faces, seeing the glory of the Lord as though reflected in a mirror, are being transformed into the same image from one degree of glory to another. For this comes from the Lord, the Spirit. O shall barakabaha seteniaba. Ubishikana, Ritba, Lukumalaka, Koruma Satana, Rilbolurum Maharatinia, Kulukabacheke, Atumala, Perula Kababa Seria, Abro Lambrasa Capitala, Oko Lataloru Palhate, Rilbako, Ashkabikatania, Rutna, Leke,
Abu Santerikania, Urumala Hasenikaya, Oru Hadekima, Oshando, Lubahate, Orusikanalama, Roto Kapateliria, Okolamasa Tabaka, Orumilana Rechebia, Rumuku Malasetere, Arapakuba Lirikanaria, Alampoto Rasi, Akulama. Dabama umbe katumiate, ukur lambaha, remelako pasama, ulamis, ayako, ismahu, hudarai, elabi kayunu, etaku tovayi, yoho dase cambio, habamo umbale, shakabulu, asakoto milaria, areta udugumulu sakabeli, anakelu sake naute, Abu Waharahetia, Ablo Lahamge, Lako Tavulaka, Ruhuta Tekemi, Hotel Lastokomia, Abu Larati, Yahutul Kamusodia, Rababa Moluru, Rakel Lakashania, Rebecca. Loto, Wakaha, Eheni, Tukaya, Elahu, Mekealu, Rupate, Ulaha, Esufayana, Le, Miuta, Elho Hudani, Amuhula, Pamu, Yahu Satan, Yahud El Haya, Yabo Masi, Alamu, Ya Nekelo, Lamburu, from La Labi, La Cabo, Vadamasu, Ayando, How Tambulo, Kuba, Malesi, Obrania, La Sahate, Okuma, Russia, Yan Ul, Kainu, Tamloko, Varin, Tatu, Neti, Adambulo, Abe, Tokolia, Halmas, Abu Mele Hasu, Lora Habase. Oh, oh, Lomi Babu Rusia, Yahoo Tame, Lomo, Saudanama, Herakabe, Saudaneri, Hasabana, Le Tambor Saba, Upateke, in Holla, Ribasicadala Robia, O Masoko, Yao the Lahisi, and Koba Masari and Lebia, Abulu Kalameshara Kabia. Amen. 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 Glory to Jesus. Brother. So we'll all praise and worship the Lord. Everybody unmute and open your mouth. Lord is removing a spirit of python from some people's life. Brother, you're on mute. Yeah. Hallelujah. Unmute everybody, Jason.
Yes, Lord. May we receive, Lord. Jesus, thank you, Holy Spirit. Jesus, your soul for 30 pieces of silver. Lord, we love you, Lord. Recognizing Jesus, that you were betrayed by our mistakes. We love you, you were bound by your soldiers, you were forsaken by your disciples. You were condemned before our eyes. We love you, Jesus. Jesus. Jesus, love you, Jesus, you were blindfolded for our sake. You were killed for our sake. You were denied by people. You were delivered to the Gentiles. Crucified. We love you, Jesus. You were destroyed. We love you, Jesus. Jesus, we love you. Shakarula Baru. Rejected, oh Jesus, for martyrs. We love you, Jesus. You were told with Jesus, you were bruised for offense. Oh Jesus, you were covered with the purple robe. You were mocked, Jesus. You were the Lamb of God who was slain. You were nailed to the cross, Jesus. Jesus, you were wounded for iniquity, Jesus. We love you, Jesus. We pray for your murderers. We love you, Jesus. Jesus, love you, Jesus. You were forsaken by your Father on the Calvary. We love you, Jesus. Couldn't bear to നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്, തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ സർവീസ് കഴിഞ്ഞാലും അല്പനേരം കൂടി നിങ്ങൾ വ്യക്തിപരമായി സ്തുതിക്കുന്നത് നിങ്ങളുടെ മഹത്വത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ മേൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഗ്ലോറി വർദ്ധിച്ചു വരുവാൻ തുടങ്ങും. Please unmute. Brother Jason, please come. Yeah, the glory will increase in us after the program is over. You continue to pray. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിഷേകം വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. You will start feeling that the glory of God is increasing and increasing in you. നിങ്ങൾക്ക് പലർക്കും ഇന്ന് രാത്രിയിൽ ഗ്ലോറിയുടെ സമ്മർദ്ദം കൊണ്ട് സ്തുതിപ്പ് രാത്രിയുടെ യാമങ്ങളിലെല്ലാം തുടർന്നുകൊണ്ടിരിക്കാൻ ഇടയാകും. Tonight you will continue to have the experience of the glory of God in your life today. This night you will be having that experience. ഇന്ന് ഈ രാത്രിയിലെ ഉറക്കത്തെ സ്വർഗം നിയന്ത്രിക്കാൻ തുടങ്ങും. The Lord will start controlling your sleep tonight. ഒരുപാട് വിശുദ്ധരുടെ വിശുദ്ധ ജീവിതത്തിലെ ഒരു അനുഭവത്തിന്റെ ഏരിയയാണ് രാത്രിയിലെ ഉറക്കത്തിൽ ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ ഇടപെടലുകൾ. It is found in the life of saints that at night time while they were sleeping, the Lord was speaking to them through dreams. Hallelujah. 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 ഒരു വചനം എന്റെ മുമ്പിലേക്ക് വരികയാണ്. 2 കൊരിന്ത്യസ് 6-ാം അധ്യായം 5-ാം തിരുവചനം. അതിന്റെ 6:6 ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ. പരിശുദ്ധാത്മാവിന്റെ നിഷ്കളങ്ക സ്നേഹത്തിൽ നിങ്ങൾക്കൊരു വളർച്ച ഈ രാത്രിയിൽ ദൈവം രൂപപ്പെടുത്തി തരും. The Lord will create a change in you to have a love of the Holy Spirit, an innocent love
of the Holy Spirit inside you. നിഷ്കളങ്ക സ്നേഹം. Innocent love. ഹല്ലേലൂയ. Hallelujah. ഈ സമയം നിങ്ങൾക്ക് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ചില അനുഭവങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ വിശ്വാസത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ, വളർച്ച ഉണ്ടാകാൻ അതൊരു കാരണമായി തീരട്ടെ. എല്ലാവരും ഒരുപോലെ വളരണം, ഒരുപോലെ അനുഭവിച്ചു വളരാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നാളെ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയോടെ ഒരുങ്ങി വരണം. Yeah, tomorrow you should prepare yourself, pray more and come. And today you are going to share what the Holy Spirit has been doing, done now in you while the prayer was going on. And when you share this, others will also increase in faith and they also will continue to grow. Our responsibility is that everybody should grow in faith. That is what God desires. നിങ്ങളിൽ വന്ന അഭിഷേകത്തെ വർദ്ധിപ്പിക്കുന്നത് ദൈവമല്ല, വന്നതിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. See, it is your responsibility to increase the anointing in you. It is not God's responsibility. The anointing that has been given to you, you have to increase it. അഭിഷേകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, അത് വന്ന നിലയിൽ തന്നെ നിൽക്കാനല്ല വന്നത്, അത് വർദ്ധിച്ച് വർദ്ധിച്ച് വളരാനും കൂടിയാണ് അഭിഷേകം നമ്മുടെ മേൽ ദൈവത്താൽ അയക്കുന്നത്. God sends the anointing into us, not so that it will remain in the same measure, but that it will continue to grow, because the anointings of God are ever increasing. So it continues to grow in us. And the responsibility lies with us only, not with God. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നു, ഇനി നിങ്ങൾ അതിനെ വർദ്ധിപ്പിക്കണം. God has given it in your hands, now it is for you to increase it. നിങ്ങൾക്കത് വാങ്ങിച്ച് എവിടെയെങ്കിലും വെച്ച് കിടന്നുറങ്ങാം, പക്ഷേ കർത്താവിന്റെ മുമ്പിൽ You can കണക്ക് keep it കൊടുക്കേണ്ടി with വരും. you and sleep, പക്ഷെ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. but you have to give an account to the Lord. ഈ വന്ന അഭിഷേകത്തിൽ ഒരുപാട് താലന്തുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. And when the anointing comes into you, many talents have also come into you. നിങ്ങൾ അത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കണം. You have to do business and increase it. ദൈവമായിട്ട് നിങ്ങൾ ബലം പിടിച്ച് വർദ്ധിപ്പിക്കണം. You should use your strength with God, the strength of with God, and then increase this. പ്രാർത്ഥനയിൽ അത് വർദ്ധിപ്പിച്ചെടുക്കണം. Through prayer, you need to increase it. ഉപവാസത്തിൽ അത് വർദ്ധിപ്പിച്ചെടുക്കണം. Through fasting, you need to increase it. സുവിശേഷം പറഞ്ഞ് വർദ്ധിപ്പിച്ചെടുക്കണം. You should preach the gospel, tell the gospel to others, and increase that anointing in you. നിങ്ങൾ പ്രവചിച്ച് അത് വർദ്ധിപ്പിച്ചെടുക്കണം. You should prophesize and increase it in you. ഒരു ഭാഷയിൽ നിന്ന് തുടങ്ങി നിരവധിയായ ഭാഷകൾ സംസാരിച്ച് അതിനെ വർദ്ധിപ്പിച്ചെടുക്കണം. You should speak in one language, and then the language should increase. You should be speaking more and more different languages. ലഭിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിക്കാൻ പഠിക്കണം. You have to learn to increase the talents God has given you. ഇതിന്റെ വില ഇവിടെയും നിത്യതയിൽ നിങ്ങൾക്ക് വെളിപ്പെടും. The value of it, the price of it, you will come to know in eternity. ഒരു രഹസ്യം ഞാൻ പറയാം. I tell you one secret. ഇന്ന് വന്ന അഭിഷേകം അടുത്ത 7 വർഷം കഴിയുമ്പോൾ പ്രകടമാകേണ്ടതായത് വരാം. The anointing that has come into you can manifest after 7 years. ചിലപ്പോൾ അത് നാളെ തന്നെ പ്രവൃത്തിയായി പുറത്തു വരാം. Maybe tomorrow it can manifest also. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് ദൈവം പുറത്തെടുക്കും. And maybe at some point of your life, the Lord will release it or bring it out of your life. അന്ന് പുറത്തെടുക്കുന്ന നാളിൽ ആ അഭിഷേകത്തിന് ചൂടുണ്ടെങ്കിൽ ഒരു വലിയ പ്രവൃത്തിക്കായി ദൈവം നിങ്ങളെ ഉപകരണമാക്കും. So the day the Lord brings that anointing outside you, if that anointing is hot, then God will use you more powerfully in a greater way. ഒരാൾ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ, ഒരു ഭർത്താവിനെ വിവാഹത്തിലൂടെ സ്വീകരിച്ചാൽ അവരെന്നും ഭാര്യയും ഭർത്താവുമാണ്. So when a person gets married, they forever they are husband and wife. അവർ 5 ദിവസത്തേക്ക് ഭാര്യയും ഭർത്താവ് ആകാതിരിക്കുന്നില്ല. They don't become husband and wife only for 5 days, or not for 5 days only. പല കാര്യങ്ങൾ പറഞ്ഞും ചില കാര്യങ്ങൾ ചെയ്തും അവർ തുല്യരായി ഭാര്യയ്ക്ക് ഭാര്യയും ഭർത്താവിന് ഭർത്താവുമായി
അവർ പ്രവർത്തിച്ചും പറഞ്ഞും അവരുടെ ബന്ധം ദൃഢമാവുകയാണ്. So they become stronger in the relationship by continuing to talk, obeying, again talking, again obeying, and they continue to become strong in the relationship among them. പിരിയാതെ വണ്ണം അവരുടെ ബന്ധം വർദ്ധിക്കുകയാണ്. And it becomes so strong that they cannot be separated. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ എനിക്കും ഞങ്ങൾക്കും സ്വർഗത്തിനും സന്തോഷമാണ്. Heaven want to see and hear your experience. We also want to hear your experience. ഈ പരിശുദ്ധാത്മാവിന്റെ ചില രഹസ്യ ഏരിയകളിൽ സമയം ചിലപ്പോ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ഐ ആം വെരി വെരി സോറി. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Sometimes when we share the secrets of the Holy Spirit, sometimes it can take more time. So I'm very sorry for it, but we would love to hear your experience. ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഞങ്ങള് കൂട്ടായ്മകൾ കൂടാറുണ്ട്. ചിലപ്പോൾ പല സ്ഥലങ്ങളിലായി രാത്രികളിൽ. Many times we get together to pray. നൈറ്റിലൊക്കെയാണ് എപ്പോഴും കൂടുക. And night time we get together to pray. ഞങ്ങളൊരു 8 മണിക്ക് കൂടാൻ തുടങ്ങും. ഞങ്ങൾ വിചാരിക്കും 9 മണിക്ക് അഭിഷേകം വരും. അത് 10 മണിയാവും, 11 മണിയാവും, 12 മണിയാവും, 1 മണിക്കൊക്കെയാ അഭിഷേകം പകരപ്പെടുന്നത്. അതുകൊണ്ട് 8 o'clock we start praying. Yeah, 8 o'clock we start praying and we think 9 o'clock the anointing will come, 10 o'clock it will come, but it comes at night 12 o'clock or 1 o'clock only. പരിശുദ്ധാത്മാവ് ഏത് സമയത്താണ് നമ്മളോട് ഇടപെടുന്നത്, ആ സമയമാണ് എന്റെ സമയം. The time when the Holy Spirit interferes in us, that is my time. പരിശുദ്ധാത്മാവിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. നിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. പരിശുദ്ധാത്മാവിന്റെ സമയത്ത് work in our own time. We have to wait for his time. ഐ ആം വെരി സോറി. സ്വർഗരാജ്യം ഇങ്ങനെയൊക്കെയാണ്. This is how the kingdom of God is. ഐ ആം വെരി വെരി സോറി. Okay, so anybody want to share anything? You can share. Brother, when I was praying, I felt tears rolling from my eyes. Yeah. Was it tears of repentance? I do not know. I was praying, but tears. Tears. ഈ ചേട്ടൻ പ്രാർത്ഥന സമയത്തിൽ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ കണ്ണുനീരിന്റെ സ്ഥിതിയിലാണ്, ഈ കണ്ണുനീരിന്റെ ആ ഏരിയയിലാണ്, ഈ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഒരു ഏരിയയിൽ നമ്മൾ മറന്നുപോയ പാപം പോലും നീക്കപ്പെടുകയാണ്. This kind of tears, there are some sins that we have forgotten also. That sins are removed when this kind of tears come out of our eyes. ഒരിക്കൽ ഞാനിങ്ങനെ എന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുന്നേ എന്ന് ചോദിച്ചു. So on my left side, left eye, tears were rolling out, and I asked the Holy Spirit why the tears are rolling out of this left eyes. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അനേക പാപങ്ങൾ എന്നോട് ഏറ്റു പറഞ്ഞു, പക്ഷെ അതിലൊന്നും നീ അനുതപിച്ചില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനുതാപമാണ് എന്ന് പറഞ്ഞു. And the Lord told me that you have confessed many sins, but that there has been repentance when you confess these sins. Now what is happening? Your sins are being cleansed. The tears coming out of your eyes is a sign that your sins are being cleansed. ഈ അഭിഷേകത്തിന്റെ സമയങ്ങളിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു അതൊരു ദൈവപ്രവൃത്തിയാണ്. So we have to understand that when we are praying, we are in fellowship with God. What God is doing in us at that time is actually God's work. God is working in us, like the brother said, tears coming out of his eyes. That is how God is working. ചിരിക്കുന്ന ദൈവപ്രവൃത്തിയുണ്ട്, കരയുന്ന ദൈവപ്രവൃത്തിയുണ്ട്, ഒരു വട്ടുപിടിക്കുന്ന പോലുള്ള മാനസിക രോഗിയെ പോലെ കളിക്കുന്ന ദൈവപ്രവൃത്തിയുണ്ട്. ഇതെല്ലാം ദൈവപ്രവൃത്തിയുടെ ഉയർന്ന ഏരിയകളാണ്. Sometimes there are works which bring tears into eyes. Sometimes it can be joy. Sometimes we may be intoxic, like people drink alcohol, and the way they have that feeling can come into us also. These are all the works of God.
Next person, anybody want to share? ബ്രദർ, ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാവില് സ്പർശിച്ചു. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ട് നാവില് സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും Amen, She amen. said that while Hallelujah. praying that she could feel the presence of the Lord, the presence of the Holy Spirit in the tongue, and it kept on increasing. That's what she shares. അത് ഈ വ്യക്തി ടങ്സില് പ്രാർത്ഥിച്ചു എന്നല്ല പറയുന്നത്, നാവിൽ അഭിഷേകം വെളിപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തി ആരാന്ന് എനിക്കറിയില്ല. ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിൽ സുവിശേഷം പ്രസംഗിക്കാനായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. The Lord has anointed this person to preach the gospel in the kingdom of God. ഈ വ്യക്തി ആരാണ്? നമുക്കറിയാവുന്ന ആളാണ്. ഡയന, ബ്രദർ ഡയന. Oh, Dr. Diana. Praise the Lord. Yes, praise the Oh, Lord. very good. Very nice. Amen. Okay, please come. അടുത്ത ആൾക്കാർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞു ബ്രദറെ, സമയം. Praise the Lord, brother. Praise the Lord. Today morning while praying at the time of mass, today morning while praying, Jesus confirmed Brother Jesse's message that the glory of the Lord had descended on the group and the Holy Spirit showed me Brother Jesse's image. Then today at the beginning of the show, I saw Jesus in full white putting his radiance on me, and now while we were praying in tongues, I saw a vision of Jesus putting his glory on my mind, and I felt heat and gave me the verse Matthew 3:11. Yes, brother, can I ask you a doubt? Yeah. No, it's on a vision. It's not on the For some time, my mother and I, when we attend the Holy Mass, my mother and I feel a strong electric current passing through our hands when we receive Holy Communion. Sometimes light comes out from the host with an audible sound like a small firecracker sound. The priest or the religious sister who gives the communion become very puzzled. Soon after we receive the communion and touch any object like the railing, we feel the current in our bodies. For my mother, the electric current is very strong. What does it mean, brother? Yeah, വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന സമയത്തില് അവർക്ക് ഒരു ഇലക്ട്രിസിറ്റി അനുഭവം കയ്യിലുണ്ടാവും. ഒരു തീ കത്തുന്ന ശബ്ദമില്ലേ, അങ്ങനത്തെ ശബ്ദങ്ങൾ വരാറുണ്ട്. പിന്നെ ശരീരത്തിൽ തോന്നാറുണ്ട്. പിന്നെ ഈ ഇരുമ്പിന്റെ റെയിലിംഗ് തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. ബ്രദർ മ്യൂട്ടിലാണ്. ഇതെല്ലാം വിവിധങ്ങളായ നിലയിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തി അഭിഷേകം ചെയ്യുന്നതാണ്. ഈ വ്യക്തിയോട് പറയണം, അതായത് ഈ സമയത്ത് ഇപ്പോൾ സ്തുതിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പറയുക. നാളെ മുതൽ ബാക്കി എല്ലാ കാര്യം ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് എഴുതാൻ പറയാം. കാരണം ഈ ആൾക്ക് നമുക്ക് കൊടുക്കാൻ സമയം വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ പറയേണ്ട. ജസൻ ബ്രദർ പിന്നീട് അവരെ വ്യക്തിപരമായിട്ട് ഫോണിൽ അത് അറിയിക്കണം. ഇപ്പോൾ കോമൺ ആയിട്ട് പറയേണ്ടതില്ല. ഓക്കെ, അടുത്ത ആൾക്ക് വേഗം പറയാം. So what brother was telling that this kind of experiences are the experience that the Holy Spirit gives us. Okay. Any other question like this, you can put it in the chat. Okay, Pramila, these questions like this, you can put it in the chat. Okay, brother. Okay, brother. You need to share only now what is happening. Anything else, you can just put it in the chat. Okay, then we'll give it to you can WhatsApp Brother Anthony. Instead of putting chat, you can WhatsApp to Brother Anthony. And I will ask Brother Joy and give you the reply. Okay. Okay. So any experience you had while praying today, you can share. Okay. അടുത്ത ആർക്കെങ്കിലും വേഗം പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. ഒരു ചാറ്റിലുണ്ട്, ചാറ്റ് വായിക്കാം. Anybody else want to share anything? Deepali had sent in the chat, at the beginning of the session after praise and worship, I saw a girl rode
going upwards, and there are many lepers on both the sides of the path, some sitting and some standing. ആള് പറയുന്നത് നിങ്ങളൊരു റോഡ് വഴി കണ്ടു, വഴി ലെഫ്റ്റും റൈറ്റ് സൈഡില് കുഷ്ഠരോഗികൾ നിൽക്കുന്നു, കുറച്ചാൾ നിൽക്കുന്നു, കുറച്ചാൾ ഇരിക്കുന്നു, അങ്ങനെ ഒരു ദർശനമാണ് കണ്ടതാണ് പറഞ്ഞത്. ആമേൻ. അദ്ദേഹത്തിന് നമ്മൾ അവസാനം പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ആ സ്നേഹാഭിഷേകത്തിന്റെ ഒരു ലെവലിലേക്ക് കർത്താവ് മാറ്റുകയാണ്. മാത്രമല്ല കർത്താവിന്റെ ഒരു നല്ല ശുശ്രൂഷകനാണ് ഈ പറയപ്പെടുന്ന ആള്. കരുണയുള്ള ശുശ്രൂഷകൻ. To be a very good minister of God, and he's also preparing you for that. That is the revelation which we receive about what you saw. അടുത്ത ആൾക്ക് വേഗം പറയാം. Anybody else want to share? You can share. Brother, I just wanted to say that from the time I've started attending this 21 days of Holy Spirit, I've been able to sleep very good. Prior to that, I've been having like maybe a week or so, I had been having a difficult time falling asleep. Sometimes I used to sleep by like 4:30, I used to be awake. But from the time I've started attending every night, I just fall off sleep the moment I go to bed. So I've been sharing this with my friend also, and I wanted to share here too. Thank you. Yeah. So Jeremiah says that Jeremiah പറഞ്ഞതാണ് ആദ്യമെല്ലാം ഉറക്കം കൂടുതൽ ഉണ്ടായിരുന്നില്ല രാത്രി. ഈ ദിവസങ്ങളെല്ലാം കൂടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നല്ല ഉറക്കമുണ്ട്. ആമേൻ. അടുത്ത ആൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. brother. Yes. So before the start, before logging in Zoom itself, I could feel a mighty presence over my head. It was going on. And later when I could feel a glorious presence. But then I came to know that something God is going to do something in this group. But later when we were praising and worshiping, I could feel that actually God is filling this group with glory. Some are changed from one degree of glory to another degree of glory. Amen, amen. പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കൊരു ദൈവിക സാന്നിധ്യം തലയിൽ അണപ്പെട്ടു. പിന്നെ അധികമായിട്ട് ഞങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന അനുഭവം ഉണ്ടായി. അപ്പൊ ആൾക്കൊരു പുതിയ മന്ദിതാണ് നമ്മൾ എല്ലാവരും ഒരു മൊത്തത്തിലേക്ക് കർത്താവേ നമ്മെ നയിക്കുന്നു. ആമേൻ, ആമേൻ. അഡ്വാൻസ് ആയിട്ട് ഇന്നത്തെ ശുശ്രൂഷയെ കുറിച്ച് ആ വിഷയത്തെ കുറിച്ച് ആൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. Anybody else want to share? Praise the Lord, brother. As yesterday after we finished with the session, I had a strong desire that I wanted to read the scripture verses. And soon after my dinner, I said, I must read the words. And though I was feeling very sleepy, I said, no, I'm going to read it. And I was reading the scriptures till 1 o'clock. So I praise and thank the Lord that the Lord gave me the grace to read, even though it was late in the night. And also now today, I was feeling a lot of peace within. I could, when we were praying in tongues at the end, I could feel a lot of peace. There is no more pain or anything. Even one side of my back was hurting me. That also, the pain is gone. And I saw just eyes just looking at me. I could just feel the eyes. And I believe that it is the eyes of the Lord just looking at me. So I praise and thank the Lord. ആള് കണ്ട ദർശനം രണ്ട് കണ്ണുകൾ ആളെ നോക്കുന്നു. ആള് വിശ്വസിക്കുന്നു ഈ കർത്താവാണ് നോക്കുന്നതാണ്. അനേക വിശുദ്ധർക്ക് കർത്താവിന്റെ കണ്ണുകൾ കാണാൻ ഭാഗ്യം കിട്ടുന്നുണ്ട്. Many saints have got that grace to see the eyes of the Lord. Amen. Brother, there is a chat. Carol has sent that while praise, I got the strong thought that I received healing from inner wounds and I felt confidence. And one message is that the Lord is delivering some of us from a spirit of python. One type of spirit of python. ഈ ആത്മമണ്ഡലത്തിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, പാമ്പിനെ പോലെ ഒരു സ്പിരിറ്റ് ആണ്. നമ്മുടെ ആത്മാവിൽ വളരാൻ അനുവദിക്കാത്ത ശക്തികളാണ് അത്. അപ്പൊ അങ്ങനത്തെ ഒരു മോചനം കുറെ വ്യക്തികൾ കിട്ടിയിട്ടുണ്ട്. Some people have been delivered from that spirit of python that was preventing you to grow spiritually. So that deliverance has taken place today. Amen. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Okay, we'll wind up. We can meet again tomorrow. We're running out of time. And the Lord is giving the grace of repentance also to many. Tears coming out of eyes. The one grace of repentance coming, a desire for humility.
എളിമ വേണ്ടി ഒരു സ്നേഹം ഇങ്ങനെ ഒരു അനുഭവപ്പെടുന്നു. പാപബോധം, ഒരു പാപബോധത്തിന് ഒരു അനുഭവം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യം കർത്താവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നു. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് നാളെ കാണാം. Brother, just wanted to know what is the meaning of that python that you say? What kind of spirit is that? The spirit of python. Python spirit is something that what is a python? What the python does? It strangles a person. So in the same way, the python spirit is a spirit that will strangle you, not give you the freedom to grow, not giving the freedom to grow. That is broken. Okay. Yes. So, Dear Heavenly Father, we thank you for this evening. We thank you for your love to see. And we thank you for your grace, and we thank you for the Holy Spirit. We thank you for the sacrifice at Calvary. We thank you, Father, for all that love that you poured into our hearts. We thank you for all the blessing. We thank you in Jesus' name. Amen. Heavenly Mother, we thank you for praying for us, and all the saints, thank you for praying for us in Jesus' name. Thank you. Okay, so good night. Praise the Lord. Thank you, brother. Praise Praise the the Lord. Lord. Praise the Lord.